പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയാനായിട്ട് വിട്ടുപോയി. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പത്രോസിന് വിടുതലിന് കാരണമായി തീർന്നു. ചർച്ച് വാസ് ഫെർവൻ്റ്ലി പ്രേയിങ് ഫോർ പീറ്റർ വൈൽ ഹി വാസ് ഇംപ്രിസൺഡ്. പത്രോസിന് എന്തിനാണ് പ്രാർത്ഥന? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത പത്രോസ്, അത്രയും വലിയൊരു ദൈവദാസന് പ്രാർത്ഥന ആവശ്യമായിരുന്നു എങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന, തീർച്ചയായിട്ടും സഭയുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടാണ്. കാര്യങ്ങൾ മാറി മറിയാമായിരുന്നു. വലിയ വലിയ കോൺസിക്വൻസസും അതിൻ്റെ സിവിയറിറ്റിയും ഒക്കെ പ്രതികൂലങ്ങളിൽ കൂടാമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന, അതിൻ്റെ ഫലം വളരെ ശക്തമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും, എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയ ഡോക്ടർ ആൻജീക, റോയിച്ചാൻ, അവർ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. അതുപോലെ സെൻറ്റ് ലൂയിസിലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഭയിലുള്ള എല്ലാവർക്കുമായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്നേഹചേച്ചിക്കായിട്ട് സ്തോത്രം. സ്നേഹചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് 1 മണിയൊക്കെ കഴിഞ്ഞ് 3 മണിക്ക് പിന്നെ വിളിച്ചു. എല്ലാവരും വളരെ എന്നെക്കുറിച്ച് ദുഃഖിച്ചു, ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചു. അതുപോലെ എനിക്ക് ഒത്തിരി നന്ദിയോടെ ഓർക്കുവാനും സ്തോത്രം ചെയ്യുവാനുമായിട്ടുള്ളത് നേഷൻസ് പ്രയറിലുള്ള എല്ലാ സഹോദരങ്ങളായിട്ട് സ്തോത്രം. ആ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എന്നെക്കാട്ടിലൊക്കെ ഒത്തിരി പ്രായം കുറഞ്ഞ പിള്ളേരാണ്. എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി മെസ്സേജ് അയച്ചു, വിളിച്ചു. എന്നാൽ എനിക്ക് ആൻസർ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം എൻ്റെ അടുത്ത ഫ്ലൈറ്റിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ് എന്നെ ഇന്ന് സന്തോഷത്തോടെ സുഖമായിട്ട് ഇവിടെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. കോൺസിക്വൻസസ് ഒത്തിരി സിവിയറായിട്ട് ആകാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ഉണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. ഈ പ്രതികൂലങ്ങളൊന്നും അല്ല. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എൻ്റെ ഓരോ വിജയത്തിൻ്റെയും സ്റ്റെപ്പുകളാണ്. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥന. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കൊന്നും ഇത്രയും നേരം ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പുള്ളി ഓൾറെഡി നാട്ടിലെത്തി. പുള്ളി ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് കാണിരിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന, ദൈവത്തിൻ്റെ കൃപ എന്നിൽ പെയ്തിറങ്ങുവാൻ തക്കവണ്ണം അനുവദിച്ചതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എനിക്കിപ്പോൾ പറയുവാനായിട്ടുള്ളത്, യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു നോട്ട് സ്ലാൻഡർ വൺ അനദർ. എനിവൺ ഹൂ സ്പീക്സ് എഗെയിൻസ്റ്റ് ബ്രദർ ഓർ സിസ്റ്റർ and judge them speaks against the law and judges. എന്നെ വിധിക്കുന്നവൻ എന്നെ ഉണ്ടാക്കിയവനെ വിധിക്കുന്നു, നിങ്ങളെ വിധിക്കുന്നവൻ നിങ്ങളെ ഉണ്ടാക്കിയവനെ വിധിക്കുന്നു. അതിനാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ദൈവനാമം ദുഷിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. നമുക്ക് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവം നോക്കുമ്പോൾ, മനുഷ്യന് ഭൂമിയിലോട്ട് നോക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം ഒന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ പോലും നല്ലവനായിട്ട് കണ്ടില്ല. അപ്പോൾ അന്ന് കണ്ടില്ല എങ്കിൽ ഈ വന്ന കാലത്ത് എങ്ങനെ കാണാനായിട്ട് പറ്റും? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ ദൂതന്മാരിലും കുറ്റം ആരോപിക്കുന്നു. അപ്പോൾ മണ്ണായി പിറന്ന നമ്മളിൽ എത്രയധികം. പ്രൈസ് ഗോഡ്. അപ്പോൾ മണ്ണായി പിറന്ന ആരും ചിന്തിക്കരുത് നീതിമാനാണെന്ന്. നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. പ്രൈസ് ഗോഡ്.
ആ യേശുക്രിസ്തുവിൻ്റെ രക്തമില്ല എങ്കിൽ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ വിശുദ്ധി അല്ല. ഞാനിപ്പോൾ തലയിൽ തുണിയിടാത്ത കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. പലതിപ്പോഴും പലരും അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. വചനം അതങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനതിൽ 100% വിശ്വസിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഞാനൊരു ഹോസ്പിറ്റലിലും സ്കൂളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. എല്ലാ ദിവസവും തന്നെ ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ ഡ്രസ്സിലായിരിക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥന ചോദിക്കുമ്പോൾ എനിക്കെങ്ങനെ തലേ തുണി ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? അതെൻ്റെ യൂണിഫോമിന് അലൗഡല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോലും അലൗഡല്ല. കാരണം ഇവിടെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നില്ല. ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് പാസ്റ്റേഴ്സും ചാപ്ലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഞാൻ എൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ചർച്ചിലും വീട്ടിലും ഒക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തലയിൽ തുണിയിട്ട് തന്നെ പ്രാർത്ഥിക്കണം. എന്നാൽ അതില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ തലയെ അങ്ങ് ക്ഷൗരം ചെയ്ത് കളയണമെന്നൊക്കെ പറയുന്നത്, വചനം ഏതടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എന്ന് കൂടി ചിന്തിക്കണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് ഓർക്കട്ടെ. ഒരു രോഗിയായിട്ട് കിടക്കുമ്പോൾ ആ രോഗി പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു രോഗി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുമ്പോൾ അവിടെ തലേ തുണിയിട്ടിട്ട് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ. അതുപോലെ നാം ഓരോ കാര്യങ്ങളിലും ഓരോ സാഹചര്യങ്ങളുണ്ട്, ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ മനഃപ്പാഠമാക്കിയ വേദവാക്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ വചനം, ആ കർത്താവിൻ്റെ അനോയിൻറ്റിങ്ങിൽ നാം നടക്കണം. തിന്നവൻ തിന്നാത്തവനെ വിധിക്കാതിരിക്കട്ടെ. തിന്നാത്തവൻ തിന്നുന്നവനെയും വിധിക്കണ്ട. വിധിക്കുന്നവൻ കർത്താവ് മാത്രമാണ്. സ്നാനമെടുത്തവൻ സ്നാനം എടുക്കാത്തവനെ വിധിക്കണ്ട. വചനം അറിയാത്തവൻ വചനം അറിയുന്നവനെ വിധിക്കണ്ട. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. വാ തുറക്കാൻ പറ്റാത്തവൻ, പാട്ടുപാടാൻ പറ്റാത്തവൻ, വചനം പറയാൻ പറ്റാത്തവൻ വചനം പറയുന്നവനെ വിധിക്കണ്ട. വചനം പറയുന്നവൻ വചനം പറയാത്തവനെയും. ഇതെല്ലാം കർത്താവിൻ്റെ മഹിമയ്ക്കായിട്ട് കർത്താവ് ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാനോ കുറയണം, നീ വലുതാകണം. ഏതൊരു കാര്യത്തിനും കർത്താവിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ കാണാതെ പഠിച്ചു വെച്ച് പ്രവർത്തിക്കുന്നതിലല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെക്കുറിച്ച് എന്തു പറയുന്നു, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ചലിക്കണം, വെളിയിൽ കാണുന്ന ഒന്നിലുമല്ല. എൻ്റെ ഉള്ളറിയുന്ന ഒരു ദൈവം, എന്നെ ഉള്ള പോലെ എന്നെ വലിച്ചു കീറി നോക്കുന്ന ഒരു ദൈവം. ആ ദൈവം നോക്കുമ്പോൾ എൻ്റെ ഓരോ സെല്ലിനെയും, എൻ്റെ ഓരോ ചിന്തകളെയും ഭാവനകളെയും ആരാഞ്ഞറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടതെന്നുള്ള ബോധത്തോടു കൂടി വേണം ഞാൻ ജീവിക്കാൻ. ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി എൻ്റെ വസ്ത്രവിതരണം ചെയ്തിട്ടോ അത് ചെയ്യാതിരുന്നത് കൊണ്ടോ ദൈവത്തിനൊരു നാമമഹത്വം ഉണ്ടാകത്തില്ല. അതിനാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാതെ നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒരു പ്രാർത്ഥന ആവശ്യമുള്ളവന് തീർച്ചയായിട്ടും പ്രാർത്ഥന കൊടുക്കണം. എനിക്കിന്ന് ഒരുപാട് പ്രാർത്ഥന ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വിജയം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. ഏതൊരു സമയത്തും ദുഷ്ടൻ നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പോരുകുത്തുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പലരുടെയും പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്.
അതിനാൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന ചോദിക്കുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ, പ്രാർത്ഥന കൊടുക്കുകയും ചെയ്യണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ നല്ല സ്നേഹിതർക്കും നന്ദിയോടെ സ്തോത്രം. തീർച്ചയായിട്ടും ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ ഓരോ സമയത്തിനും, അതും പാതിരാത്രിയിലിരുന്ന് എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ദൈവമായ കർത്താവ് മാരി പോലെ മഞ്ഞുപോലെ അനുഗ്രഹങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതത്തിലും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ ഉള്ളിലെ സന്തോഷവും സ്നേഹവും നന്മകളും നേരുന്നു. ഇൻ ജീസസ് നെയിം ഐ ബ്ലെസ് യു ഓൾ. പ്രൈസ് ഗോഡ്. ആമേൻ.